മത്സ്യബന്ധന ബോട്ടുകളിൽ കപ്പലിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കൊച്ചി തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടിൽ MSC സിൽവർ എന്ന കപ്പൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണുണ്ടായത്. കപ്പിത്താനെ അറസ്റ്റ് ചെയ്യണമെന്നും കപ്പൽ കസ്റ്റഡിയിലെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബോട്ട് ഉടമകളും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസിൽ പരാതി നൽകി. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഘട്ടത്തിൽ ഈ വലിയ സ്രാവുകളായ വലിയ കപ്പലുകൾ വന്ന് ഇടിക്കുകയും ഈ ചെറു ബോട്ടുകൾ, ചെറുവള്ളങ്ങൾ അതൊക്കെ തകരുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലൊന്നും ഒരു തരത്തിലുമുള്ള പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എന്നത് മാത്രമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിജീഷ്, ഗൗതം, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കപ്പെടുന്നില്ല തീരമേഖലയിൽ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ കർശനമായ നടപടികളിലേക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലും, കാരണം മുമ്പ് ബോട്ട് ഇടിച്ച് വള്ളങ്ങളിലും ബോട്ടുകളിലും വലിയ കപ്പലുകൾ വന്നിടിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ വരെ നിരവധി കേരള തീരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോടും അടക്കം ഇത്തരം സംഭവങ്ങൾ, ബോട്ട് രണ്ടായി പിളർന്നു, വള്ളം രണ്ടായി പിളർന്നും എല്ലാമുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ അശ്രദ്ധയാണ് ഇതിൽ പ്രധാനപ്പെട്ട സാധാരണ കപ്പൽ ക്യാപ്റ്റൻ്റെ വലിയ തോതിലുള്ള അശ്രദ്ധയാണ് ഇത്തരം സംഭവങ്ങൾക്ക് പലപ്പോഴും ഇടയാക്കുന്നത് എന്ന് അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ട് പോലും അക്കാര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് കോസ്റ്റൽ പോലീസോ ബന്ധപ്പെട്ട അധികൃതരോ യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല. പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ജീവനോപാധിയായ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു. ഈ ഒരു സംഭവത്തിലാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ നഷ്ടം അവർക്ക് ഉണ്ടായതായാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 45ഓളം പേരുടെ ജീവൻ അത് തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവിടെ പലവട്ടം അവർ വിളിച്ച് അലറുകയായിരുന്നു തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ആ കപ്പൽ നീങ്ങി വരുമ്പോൾ അത് ദിശ മാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ ശ്രദ്ധ, കപ്പലിലുണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അലറി വിളിച്ചിട്ട് പോലും കൃത്യമ സമയത്ത് യാതൊരു ശ്രദ്ധയും അവിടെ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഈ ബോട്ട് ഇടിക്കുന്നത്, അതിലൂടെ ഒരഞ്ഞു പോകുന്നത് ഒഴിവാക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ ബോട്ട് ഉടമകളുടെ സംഘടനകളെയും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ കർശനമായ നടപടി ഉണ്ടാകണം. നഷ്ടപരിഹാരം ലഭിച്ചതിന് ശേഷം മാത്രം ഈ കപ്പൽ വിട്ടുകൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകും. തങ്ങൾക്ക് ജീവിക്കാൻ പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, തങ്ങളുടെ ജീവനോപാധി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടികൾ എടുക്കുന്നത് വരെ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ, തുടർ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികൾക്ക് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്ന കാര്യമാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇവിടെ MSC സിൽവർ എന്ന കപ്പലാണ് ഇടിച്ചത്. ഈ കപ്പലിലുള്ള ആളുകളെ മറ്റ് ബോട്ടുകളിലും മറ്റ് വള്ളങ്ങളിലും വന്ന ആളുകൾ ചുറ്റുവട്ടം നിന്ന് വിളിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. 2012 നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എൻട്രിക്ക ലെക്സി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കപ്പൽ കടന്നു വരികയും ആ കപ്പലിൽ നിന്നുകൊണ്ട് നമ്മുടെ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് വീഴ്ത്തുകയും ഒക്കെ ചെയ്തത് അന്ന് വലിയ വിവാദമായിരുന്നു. ഒരുപക്ഷെ അന്ന് ഈ എൻട്രിക്ക ലെക്സിയിൽ നിന്നുകൊണ്ട് ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ഇറ്റലിക്കാരെ അന്ന് സംരക്ഷിക്കാതെ അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുമായിരുന്നു. തീർച്ചയായും അത്തരം 2 പേരും തിരികെ അവരുടെ നാടുകളിലേക്ക് പോകുന്നു. സ്വസ്ഥമായി തന്നെ അവർക്ക് പിന്നെയും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളെ പോലും വകവയ്ക്കാതെ, ഇത്തരം നിയമ നടപടികളെ ഒന്നും തന്നെ നേരിടാതെ ഇപ്പോഴും കഴിയാനുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അതുതന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, കപ്പലുകളിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ശ്രദ്ധക്കുറവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. പലപ്പോഴും നടപടികൾ കർശനമല്ല. ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കുറ്റങ്ങളിൽ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. നിയമ നടപടികളിൽ നിന്ന് പൂർണ്ണമായും തന്നെ ഒഴിഞ്ഞു മാറുന്നു. പലപ്പോഴും അവിടെ മത്സ്യത്തൊഴിലാളികൾ മാത്രം കുറ്റക്കാരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അവരുടെ ശ്രദ്ധക്കുറവ് എന്ന രീതിയിലേക്ക് റിപ്പോർട്ടുകൾ പിന്നീട് മാറ്റിമറിക്കപ്പെടുകയും അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൻ്റെ വേദനകളിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നഷ്ടങ്ങളിൽ ആർക്കും യാതൊരു പങ്കാളിത്തവുമില്ല. എല്ലാവരും കൈവളർത്തുന്ന രീതിയിലേക്ക് സംവിധാനങ്ങളാകെ
ഉരുത്തിരിഞ്ഞു വരികയും മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൽ കൃത്യമായി നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള വഴികളിൽ അവരെ നടത്തുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിൽ ഒടുവിലത്തെ ഒരു സംഭവം എന്ന് മാത്രമേ ഈ ബുധനാഴ്ച വൈകിട്ട് നടന്ന ഈ അപകടത്തെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ചെറു ബോട്ടുകളിൽ വലിയ കപ്പലുകൾ ഇടിച്ച് അപകടങ്ങൾ പതിവാവുകയാണ്. നഷ്ടം സംഭവിക്കുന്നത് പാവപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ മുൻപ് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ കൊച്ചിയിലാണ് ഇത്തരം ഒരു സംഭവം പുതിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആഡംബര കപ്പലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഉടമകളും രംഗത്തെത്തിയിരിക്കുന്നു. ജിജീഷ് കരുണാകരനാണ് ഈ വളരെ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.